ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂസ് ടോക്സ്. ദിയ കൃഷ്ണയും എൻ്റെ ജീവിതത്തിലുണ്ടായ ഒന്ന് രണ്ട് അനുഭവങ്ങളും പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അതിനു മുമ്പ് എനിക്ക് അവരെക്കുറിച്ച്, ആ ഫാമിലിയെക്കുറിച്ച് തോന്നിയ ചില ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിലോട്ട് പോകാം. ഒന്നാമത് ദൂരദർശനിലും അതുപോലെ തന്നെ സിനിമയിലും നാടകത്തിലും സീരിയലിലും ആദ്യമായിട്ട് കണ്ട സ്ത്രീ എന്ന സീരിയലൊക്കെ അതിനകത്ത് നായകനായിട്ടൊക്കെ അഭിനയിച്ച ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഓരോ രംഗത്തും കഴിവ് തെളിയിച്ച ആളാണെങ്കിലും ആദ്യം ഇത് കേട്ടപ്പോൾ, ഈ ദിയാകൃഷ്ണയുടെ കടയിൽ നടന്ന സംഭവം കേട്ടപ്പോൾ എല്ലാവരും ആ കുട്ടിക്ക് നേരെയാണ് തിരിഞ്ഞ്, ഇവരുടെ ഫാമിലി പെട്ടോ, ഇവരുടെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ചെയ്ത കള്ളത്തരങ്ങളാണ് ഇവർ, പിന്നെ എല്ലാവരും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആദ്യം കുറേ നെഗറ്റീവൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചായിരുന്നു. പിന്നീട് അവരുടെ ഭാഗത്തു നിന്നുള്ള വീഡിയോയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് ട്വിസ്റ്റ് ഉണ്ടായത്, കഥയെ മാറിപ്പോയത്. ആ നിന്ന് സംസാരിച്ച സ്ത്രീകളൊക്കെ ആണെങ്കിലും ജാതിക്കാരുടെ അടുത്തിടുക, സ്ത്രീ പീഡന കേസ് വരെ ഉണ്ടാക്കുക, അതുപോലത്തെ കേസുകളൊക്കെയാണ് പറഞ്ഞ് കൃഷ്ണകുമാർ തുണിയെ പിടിച്ച് വലിച്ചു, മരുമോൻ രാത്രി ഫോൺ ചെയ്യുന്നു, ഒന്നും പറയണ്ട, ഇല്ലാത്ത ഒന്നുമില്ലായിരുന്നു. പക്ഷേങ്കിൽ അവരുടെ കയ്യിലുള്ള തെളിവുകളൊക്കെ വെളിയിൽ വന്നപ്പോൾ ഇതിൻ്റെയൊക്കെ രൂപവും ഭാവവും ഒക്കെ മാറി. ഒരു കണക്ക് പറഞ്ഞാൽ ആ കുട്ടികൾ എന്ത് മിടുക്കരാ, 3 പെൺപിള്ളേരും വൈഫും 4 സ്ത്രീകളും അവരുടെ വീട്ടിലെ നല്ല മിടുക്കത്തി സ്ത്രീകളാണ്. ആ സ്ത്രീക്ക് അവരുടെ അമ്മയാണെങ്കിലും ഈ 3 കുഞ്ഞുങ്ങളെ, ഇത്ര കഴിവുള്ള 3 കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണമെങ്കിൽ അവർ എന്ത് നന്നായിട്ട് കഷ്ടപ്പെട്ട് എന്ത് സ്റ്റാൻഡേർഡിലാണ് കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടായിരിക്കും. 3 പേരും ഇതുപോലെ ഒരു മിടുക്കത്തി പിള്ളേരല്ലേ. അവർ ചെല്ലുന്നിടമെല്ലാം സിനിമാ നടിയായിട്ടും, ഈ കുട്ടിയാണെങ്കിൽ ബിസിനസ്, ഇത് ചെറിയ വയസ്സിൽ 68 ലക്ഷം രൂപയൊക്കെ ഒരാൾ കട്ടുകൊണ്ട് പോകേണ്ട അളവുക്ക് ബിസിനസ്സൊക്കെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. കാരണം തീർച്ചയായിട്ടും അവരുടെ ഹാർഡ് വർക്കും അവരുടെ കൃഷ്ണകുമാർ പറഞ്ഞ പോലെ സമയവും ഒക്കെ ഉണ്ടാവും. അവരുടെ അതിൻ്റെ സമയം മാത്രമല്ല, ഹാർഡ് വർക്ക്, ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ടാകും. നല്ല ബിസിനസ്സിന് വേണ്ടി അത് നന്നായിട്ട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ബിസിനസ്സൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നു. ഇപ്പം അതിന് സുഖമില്ലാതെ വന്നു. പ്രഗ്നൻസി ടൈമിൽ നമുക്ക് പ്രസവിച്ച അമ്മമാർക്കൊക്കെ അറിയാം ഏതെല്ലാം നമ്മൾ വേറൊരാൾക്ക്, ആണുങ്ങൾക്കൊന്നും ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല, നമ്മൾ എന്ത് കഷ്ടം. ആദ്യത്തെ ഒരു 3 മാസമൊക്കെ ചിലർ പറയും, ചിലർ പറയത്തില്ല. ഞാനൊന്നും എനിക്ക് വയ്യാന്നൊന്നും ഞാൻ പറയത്തേ ഇല്ല. ഞാനങ്ങ് അതിനെക്കാട്ടി കൂടുതൽ നന്നായിട്ടിരിക്കുന്നത് പോലെ അങ്ങ് പോകും. പക്ഷെ വയ്യ എന്നുള്ളത് നമുക്കറിയത്തില്ലേ, നമ്മളുടെ അവസ്ഥ നമുക്കറിയത്തില്ലേ. എന്ന് പറഞ്ഞ പോലെ ആ കുട്ടിക്ക് വയ്യാതായി. ആ സമയം ഇവളുമാരങ്ങ് യൂസ് ചെയ്തു. അവരും ഇപ്പോഴും ജോലി ചെയ്യുന്നില്ലേ. അവരുടെ വ്ളോഗൊക്കെ എത്ര ലക്ഷം പേരാ ഒറ്റ ദിവസം കൊണ്ട് കാണുന്നത്. ചുമ്മാതിരിക്കാതെ കുഞ്ഞുങ്ങൾക്ക് അമ്മ ഒരു പ്രചോദനമായിരുന്നു. ജോലി ചെയ്ത് കാണിക്കുക, ജോലി ചെയ്ത് ശരിക്കും ആഘോഷിക്കപ്പെടേണ്ടതാണ്. കേരളം മുഴുവനും ആഘോഷിക്കപ്പെടേണ്ട 3 കുട്ടികളും ഭാര്യയുമാണ്. അവർ 4 പേരും നല്ല കഴിവുള്ള മനുഷ്യരാണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും ജോലി ചെയ്യും. ആ സ്ത്രീക്കൊക്കെ ജോലി ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഭർത്താവ് വർഷങ്ങളായിട്ട് അറിയപ്പെടുന്ന ആളും നല്ല നല്ല സീരിയലുകളും സിനിമകളും ഒക്കെ അഭിനയിച്ച, അതിനു മുമ്പ് ചെറുപ്പം മുതലേ ദൂരദർശനിലൊക്കെ നല്ല ജോലി ചെയ്ത ഒരു മനുഷ്യനാണ്. അപ്പം സ്വന്തം കാലിൽ നിൽക്കണം, വരുമാനം കണ്ടെത്തണം എന്നൊക്കെ ഉള്ളത് അമ്മ മക്കൾക്ക് കാണിച്ചു കൊടുത്ത ഒരു മാർഗം കൂടെ ആയിരിക്കും. ഇതിനു മുമ്പ് അവർ സീരിയലിലും ഒക്കെ അഭിനയിച്ചിട്ടുമുണ്ട്, എൻ്റെ ഓർമ്മയിലുണ്ട്. കാര്യമായിട്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നുള്ളൂ. അവർ സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് ചാനലുകളിലൊക്കെ അവർ പല ഷോക്കൊക്കെ പണ്ട് കാലത്തൊക്കെ വന്നിട്ടുണ്ട്. ഈ സ്ത്രീകൾ 3 പേര് വന്നു നിന്ന് ആദ്യം എടുത്തിട്ട് ജാതിക്കാരുടെ, ദയവ് ചെയ്ത് ഇതിൻ്റെ പുറകെ പോവുകയേ ചെയ്യരുത്. ഒന്നാമത് ഞാൻ എൻ്റെ മതത്തിലുള്ള ആളോ അല്ലെങ്കിൽ എൻ്റെ സ്റ്റാറ്റസിനുള്ള ആളെ നാളെ ജോലിക്ക് വെക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ജോലി ആവശ്യമുള്ള ആൾ വെളിയിൽ നിൽക്കുമ്പോൾ എടുക്കാൻ പേടിക്കും. കാരണം ഇവരെ വെച്ച നാളെ എന്താ എന്ന് തോന്നുകയല്ലേ. അതുകൊണ്ട് ദയവേത് ഇതിനൊന്നും ആരും സപ്പോർട്ട് ചെയ്യരുത്. ആവശ്യമില്ലാതെ ജാതി പ്രതിയൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഇടരുത്. ഈ പ്രശ്നം ആദ്യം വന്നപ്പോൾ തന്നെ ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി എന്താണെന്നറിയാമോ, ഇവനും പെട്ടോ, ഇവനെ ടാക്സ് വെട്ടിക്കാനായിട്ട് കാണിച്ച വിദ്യകളാണ്. ഈ പെണ്ണുങ്ങൾ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ടാക്സ് വെട്ടിക്കാൻ. അഹാന കൃഷ്ണൻ ടാക്സ് വെട്ടിക്കുന്നതും ഇവർ പൈസ കട്ടെടുക്കുന്നതും തമ്മിൽ എന്നാ സംബന്ധം? ഇവരുടെ അക്കൗണ്ടിൽ കാശ് വന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് വൈകിട്ട് കാശ് വലിച്ചു വേണമെന്ന് അവരുടെ കൈ കൊടുക്കണ്ടേ? അങ്ങനെ ടാക്സിൻ്റെ പ്രശ്നമാണ്. ഈ മണിയായിട്ട് അതത് വൈറ്റ് മണി എങ്കിൽ ഇവർ ടാക്സ് കെട്ടണ്ടേ? ഈ സ്ത്രീകൾ ടാക്സ് കെട്ടണ്ടേ? ഈ കണ്ട ലക്ഷങ്ങളെല്ലാം അക്കൗണ്ടിൽ വന്നെങ്കിൽ ഇവർ ടാക്സ് കെട്ടണ്ടേ? ചുമ്മാ ആരോ പറഞ്ഞു കൊടുത്ത് അതൊക്കെ വന്നിരുന്നങ്ങ് പറയുക. മരുമോൻ രാത്രി ഫോൺ ചെയ്തു, പിന്നെ അച്ഛൻ
തുണിയെ പിടിച്ച് വലിച്ചു. മരുമോൻ രാത്രി സ്ഥിരം ഫോൺ ചെയ്യുവാണ്. സ്ഥിരം ഒരാൾ ഫോൺ ചെയ്തെങ്കിൽ എന്തുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് വെച്ചില്ല, അല്ലെങ്കിൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ചില്ല, അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്തില്ല. പോലീസിൽ വേണ്ട, അഹാനയോടോ അഹാനയുടെ അച്ഛനോടോ അമ്മയോടോ കംപ്ലയിൻറ്റ് ചെയ്തില്ല. നിങ്ങളുടെ മരുമോൻ ദിവസവും വിളിക്കുന്നുണ്ടത് എന്തുകൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്തില്ല? ഇതൊക്കെ ചുമ്മാ എന്തെടുത്താലും ഇപ്പം ഈ ഇങ്ങനെയുള്ള പെണ്ണ് കേസും നാറ്റ കേസുകളൊക്കെ കൊണ്ടുവന്ന് മനുഷ്യരെ അങ്ങ് അടിച്ചമർത്തി നശിപ്പിച്ച് കളയുവാന്നൊരു ഒരു കാര്യം നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ട്. സ്ത്രീകളുടെ ആദ്യത്തെ ചാനലുകളുമായിട്ട് സംസാരിക്കുന്ന കേട്ടപ്പോഴേ അറിയാൻ നിങ്ങൾ ഫ്രോഡാണെന്ന്. കാരണം ഒരുത്തി തന്നെ നിന്ന് പറഞ്ഞത് തന്നെ ഇത് വീണ്ടും വീണ്ടും പറയുക. അതിൻ്റെ കൂടെ എടുത്തെടുത്ത് പുട്ടുന്ന തേങ്ങ ഇടുന്നത് പോലെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു, അത് പറഞ്ഞു ഇത് പറഞ്ഞു മറ്റേ പറഞ്ഞു. ഇങ്ങനെയൊക്കെ തൊഴിൽ സർട്ടിഫിക്കറ്റും കൊണ്ട് പോയാലേ ജോലി കിട്ടുകയുള്ളൂ എന്നുള്ള അവസ്ഥയാവും. സാധാരണ പാവപ്പെട്ട മനുഷ്യന് ജോലിയും കിട്ടാതാവും. ഇനി എൻ്റെ അനുഭവം പറയാം. ഞാനൊരു സംരംഭം നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ നിർത്തി വീട്ടിലിരുന്ന് ജോലികൾ ചെയ്ത് തുടങ്ങിയത്. ഞാൻ ജീവിച്ചിരുന്ന ഏരിയയിൽ അവിടുത്തെ മിക്ക സ്ത്രീകളും ഞാനുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. അത് ആരാ കൂടുതൽ ഫ്രണ്ടെന്ന് പറയാറില്ല. എല്ലാവരുമായിട്ട് ഞാൻ ഒരേപോലെ ഇത് ചെയ്യുന്നു. എല്ലാവരും എൻ്റെ കടയിൽ വരും. എൻ്റെ കടയിൽ വന്നിട്ടാണ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് ഓരോരുത്തർക്കും. അതായത് ഇവിടെ വന്നിരുന്ന് സംസാരിക്കും. അപ്പോൾ വേറൊരാൾ ഇവിടെ വരും, അപ്പുറം വേറൊരാൾ വരും. എല്ലാം കൂടെ ഒരു ലിങ്ക് ആകുന്നത് എൻ്റെ കടയിൽ. ഞാൻ അവിടെ വർഷങ്ങളായിട്ട് ഇരുന്നത് ആ ഏരിയയിലെ ആദ്യത്തെ ബ്യൂട്ടി പാർലർ, ടൈലറിങ്, ബൊത്തിക് അങ്ങനെ ഒരു ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്ന ആളുമാണ്. അപ്പം ഏകദേശം എൻ്റെ ഏജിലുള്ളവരുമായിരുന്നു ഒരുപാട് പേര്. അപ്പം എൻ്റെ മക്കളുടെയൊക്കെ ഏജും ഒക്കെ ആയിട്ടുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു കമ്പനി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇന്നലെ കൂടെ ഞാനൊരു ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ് പോയത്. അപ്പം അങ്ങനെ ഇരിക്കെ ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെ പോയി സാരി എടുക്കാൻ പോയി. അവർ 2 സാരി എടുത്തു, ഞാനും 2 സാരി എടുത്തു. ഞാനെടുത്ത സാരി അതേപോലെ അതായത് ഞങ്ങൾ സിൽക്ക് മാത്രം ഉണ്ടാക്കുന്ന ഒരു മില്ലിൽ പോയാൽ, മില്ലെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഖാദി സ്ഥാപനം. ഖാദി സിൽക്ക് ഭയങ്കര എൻ്റെ വലിയൊരു ഫേവറേറ്റാണ് ഖാദി സിൽക്ക്. അപ്പം ഖാദിയുടെ ഒരു ഷോറൂമിൽ പോയി. ഖാദിക്ക് മാത്രമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഷോറൂമാണ്. അവിടെ പോയി, നമ്മുടെ സൊസൈറ്റി പോലെ അവിടെ പോയി ഞാൻ 2 സാരി, അവരും 2 സാരി, എൻ്റെ വേറെ 1-2 ഫ്രണ്ട്സ് വന്നു, അവരൊക്കെ എടുത്തായിരുന്നേ. അപ്പോൾ അവരെടുത്ത 2 സാരിയും ചേർത്ത് 17,000 രൂപയാണ്. അത് എൻ്റെ കൈ കൊണ്ടുവന്ന് തന്നു. നല്ല പട്ടാണ്. എൻ്റെ കൈ തയ്ക്കാനും കൊണ്ടുവന്ന് തന്നു. അന്ന് 3-4 ദിവസമായി തയ്ച്ചു കൊടുക്കണം. അപ്പം ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ കടയിൽ എൻ്റെ തയ്യൽക്കാരും വരത്തില്ല. സ്കൂളിലെന്തോ കുഞ്ഞുങ്ങൾക്ക് ഫംഗ്ഷനോ സ്കൂൾ ഓപ്പണിങ് എന്തോ സംതിങ്, ഉച്ച കഴിഞ്ഞാൽ എല്ലാവരും വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരുത്തിയോട് പറഞ്ഞു, അതുകൊണ്ട് സ്റ്റുഡൻറ്റാണ്, അവളോട് പറഞ്ഞു നീ മാത്രം വാ. അപ്പോൾ മിക്കവാറും തയ്ക്കുന്ന പിള്ളേരെല്ലാം ഒരേ സ്കൂളിൽ പഠിക്കുന്ന മക്കളുള്ള അമ്മമാരുമാണ്. അപ്പോൾ അവർ ഒരുത്തിയോട് പറഞ്ഞു, നിനക്ക് പ്രശ്നമില്ലല്ലോ, നീ വന്നേരെ, എനിക്ക് വേറെ കുറച്ച് ജോലി അന്ന് ഉള്ളത് കൊണ്ട് എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, നീ തീർച്ചയായിട്ടും വരണമെന്ന്. അവൾ രാവിലെ തന്നെ വന്ന് വീട്ടിൽ വന്ന് താക്കോലൊക്കെ മേടിച്ചു. അവൾ വന്ന് തുറന്നു, പുറകെ ഞാനും വന്നു. എനിക്ക് വന്നപ്പം മുതൽ മുഹൂർത്ത ടൈമാണ്. കണ്ടിന്യൂസ് ആയിട്ട് 3 ഫേഷ്യൽ വന്നു. അപ്പം ഞാൻ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാനേ പറ്റത്തില്ല. ഈ പാർലറിൻ്റെ റൂമിൽ നിന്ന് ടൈലറിങ്ങിൻ്റെ റൂമിലോട്ടേ പോകാൻ പറ്റത്തില്ല. അപ്പം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3-ാമത്തെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് പുള്ളിക്കാരത്ത് വലിയൊരു ബിഗ് ഷോപ്പറും എടുത്ത്, നിറയെ തുണികളാണ്, ബിഗ് ഷോപ്പറും എടുത്ത് എൻ്റെ അടുത്തോട്ട് വന്നിട്ട്, ചേച്ചി ഞാൻ പോവാം, വീട്ടിൽ നിന്ന് ഫോൺ വന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അയ്യോ നീ പോവാണ്, ഇവിടെ ആളില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും സ്ത്രീകളാരും വന്നിട്ടില്ല, മറ്റുള്ളവരാരും വന്നിട്ടില്ല. അപ്പം അവളുടെ കയ്യിലൊരു ബാഗുണ്ട്. അപ്പം ഞാൻ ഈ ബാഗിൽ എന്താ, ഞാൻ വീട്ടിൽ നിന്ന് തുണി കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പൊട്ടത്തരത്തിൽ ഞാൻ വിശ്വസിച്ചു, സത്യമായിരിക്കും പറയുന്നതെന്ന് കരുതിയിട്ട് ഞാൻ ശരിയെന്ന് പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അന്നും നോക്കിയില്ല, പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് ഈ തുണി തയ്ക്കാൻ എടുക്കുമ്പം നോക്കിയാൽ തുണി കാണുന്നില്ല. ഈ 2 സാരി കാണുന്നില്ല. 17,000 രൂപ. ആ കാലത്ത് ഇപ്പോൾ അല്ല, ഏകദേശം ഒരു 6-7 വർഷമെങ്കിലും ആയി കാണും. 6-7 വർഷമായി കാണും. 17,000 രൂപ എനിക്ക് വലിയ എമൗണ്ട് ആകും. കാരണം എൻ്റെ മോൻ PG ക്ക് പഠിക്കുന്നു, മോള് ഡിഗ്രിക്ക് പഠിക്കുന്നു. ഫീസും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇങ്ങനെ കഴുത്തിന് പിടിച്ച് നിൽക്കുന്ന സമയത്താണ്. കഷ്ടകാലത്തിന് ഇഷ്ടം പോലെ എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞ പോലെ എനിക്ക് അന്ന് കിട്ടിയതാണ്. ഞാൻ ഇവളെ വിളിച്ച് ചോദിച്ചു, മോളെ നീ ഇവിടെ 2 സാരി ഇരുന്ന് എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരോട്, കാരണം അവരെ എനിക്ക് പൂർണ്ണ വിശ്വാസം, വർഷങ്ങളായിട്ട് തയ്ക്കുന്നവരെ ഒരു തരത്തിലുള്ള കളത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് വരികയല്ലെന്ന് എനിക്കറിയാം. വിളിച്ച് ചോദിച്ചാൽ അവൾ എടുത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ എൻ്റെയും എല്ലാമായിട്ടുള്ള കോമൺ വേറൊരു ഫ്രണ്ട്, ഒരു ചെറിയ പെണ്ണ, അവളുടെ ഹസ്ബൻഡ് പോലീസുകാരനാണ്. അവളോട് പറഞ്ഞപ്പോൾ അവളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇച്ചിരി
രഹസ്യം പറയാൻ പറ്റിയ ഒരാൾ. അവളോട് മാത്രം പറഞ്ഞു. അവൾ പറഞ്ഞു അവിടെ ഹസ്ബൻഡ് പോലീസാണ്, പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ നമുക്ക് നേരെ അവിടെ വീട്ടിൽ പോകാമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയായി. കാരണം ഇത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണാത്ത ഒരു കാര്യത്തിനെ ഞാൻ പോയി ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയി സീനാക്കി ആ പെണ്ണും എല്ലാം സൂയിസൈഡ് ചെയ്തെങ്കിൽ അവസാനം എൻ്റെ തലയിൽ വരും. എനിക്കും ജീവിതകാലം മുഴുവനും എനിക്ക് ഉറക്കം കിട്ടത്തില്ല, ഞാൻ വലിയ കുറ്റവാളിയാകും, കള്ളി എന്നുള്ള പേരൊക്കെ ഒരാൾക്ക് ചുമ്മാ കൊടുക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ വേണ്ടാന്ന് വെച്ചു. മാക്സിമം എല്ലാം തേടി. പിന്നെ ഞാൻ കസ്റ്റമറോട് ആദ്യം തന്നെ പറഞ്ഞു, കാരണം പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവരോട് പറഞ്ഞപ്പം അവർ പറഞ്ഞു സാരമില്ല പോട്ടെ, നീ പൈസ തന്നാൽ മതി. അത്രയും കാശ് പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി കൊടുത്തവർക്ക്, ആ പൈസ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. എങ്കിലും അവർ ആഗ്രഹിച്ചെടുത്ത 2 സാരിയാണ് അത് പോയി. അതൊരു കാര്യം. അത് ഈ സ്റ്റുഡൻറ്റ് പിന്നീട് ഒരിക്കലും നമ്മുടെ കടയിൽ വന്നിട്ടില്ല. പിന്നീട് ഒരിക്കലും വന്നിട്ടില്ല. ഞാൻ അറിയാതെ ഫോൺ ചെയ്യും. അതായത് എൻ്റെ ഒരു ടൈലറുടെയും അവളുടെ പേരൊന്നാണ്. അത് കാരണം ചിലപ്പോൾ ഞാൻ മാറി അറിയാതെ ഫോൺ ചെയ്താൽ തന്നെ അവളെ എടുത്തിട്ട് ഒന്നും അറിയാതെ അവൾ എന്നാ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് അങ്ങ് വെക്കും. ഞാൻ ആദ്യം മിണ്ടത്തുമില്ല. ആൾ തെറ്റിയെന്ന് പറഞ്ഞാൽ സോറി ഞാൻ അറിയാൻ വിളിച്ചതെന്ന് പറഞ്ഞ് ഞാനങ്ങ് ഒരിക്കലും എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും പോയാലും എത്ര വർഷം കഴിഞ്ഞാലും ഞാനുമായിട്ട് കോണ്ടാക്ട് വെക്കുന്നവരാണ്. ഒരു വർഷം വിളിച്ചില്ലെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം വിളിക്കും. പക്ഷേ ആ വ്യക്തി ഇന്ന് വരെ പിന്നീട് എന്നെ വിളിച്ചിട്ടില്ല. ഞാനായിട്ട് ഈ തെറ്റിപ്പോയ കോളുകളൊക്കെ വിളിച്ചിട്ടേ ഉള്ളൂ. അതിനുശേഷം പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് ഞാനിതുപോലെ എനിക്ക് ഈ കൊറോണ കഴിഞ്ഞപ്പോൾ ആളെയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായി. അപ്പം ഒരാൾ സ്ഥിരം വന്ന് ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തുണികൾ ഞാൻ മേടിച്ചുകൊണ്ട് വെക്കുന്ന തുണികൾ മാത്രം കാണാതെ പോകും. അത് പ്രത്യേകിച്ച് എൻ്റേതാണെന്ന് അറിയാവുന്ന തുണി മാത്രം കാണാതെ പോകും. നൈറ്റി തുണികൾ എത്ര എടുത്ത് വെച്ചാലും കാണത്തില്ല. എനിക്ക് സ്കേർട്ട് ഇടുന്ന ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നല്ല മെറ്റീരിയൽ നോക്കി സ്കേർട്ടിനൊക്കെ 3 മീറ്ററൊക്കെ മേടിച്ചുകൊണ്ട് വെക്കും. കടയിൽ പോകുമ്പോൾ കിട്ടുമ്പോൾ അത് കാണത്തില്ല. ബെഡ്ഷീറ്റുകൾ വാങ്ങി വെക്കും. ആരെങ്കിലും ബെഡ്ഷീറ്റ് കൊണ്ടുവരുമ്പോൾ അത് വാങ്ങി കടയിൽ തന്നെ വെച്ചേക്കും. പിന്നെ എപ്പോഴേലും ആയിരിക്കും നമ്മൾ രാവിലെ 9 മണി വൈകിട്ട് 9 മണി വരെയല്ലേ നമ്മളുടെ ഷെഡ്യൂൾ ടൈം. അപ്പം സമയം കാണത്തില്ല ഒന്നിനും. ശരി അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളും കാണത്തില്ല. പിന്നെ മേക്കപ്പ് ഒക്കെ വരുന്ന ദിവസം ടയേർഡാകും. അവിടെയൊക്കെ രാവിലെയാണ് മേക്കപ്പ്. 5 മണിക്കൊക്കെ മുഹൂർത്തമാണ്. അപ്പം രാത്രി 1 മണിക്ക് തുടങ്ങും. പിന്നെ പിറ്റേ ദിവസം തല വന്നിട്ടില്ല. അപ്പം നമ്മളങ്ങ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് അങ്ങ് പോയി കിടക്കും. വരുമ്പോൾ അതിൽ പല സാധനങ്ങളും കാണത്തില്ല. ഹെയർ സ്ട്രെയിറ്റ്നർ, അതുപോലെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ കാണത്തില്ല. ഇങ്ങനെയൊക്കെ ആയി പല ദിവസമായപ്പോൾ പിന്നെ എനിക്ക് കസ്റ്റമറുടെ തുണിയിലൂടെ കൈവച്ചു വേറൊരാൾ. പക്ഷെ അത് കിട്ടി. എടുത്ത ആൾ തന്നെ തിരിച്ചു വെച്ചു. അതാണ് സംഭവിച്ചത്. പക്ഷേ അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടില്ല, എടുക്കുന്നതും കണ്ടില്ല, വരുത്തുന്നതും കണ്ടില്ല. സാധനം ഇല്ലായിരുന്നു. 2 ദിവസം 3-ാം ദിവസം സാധനം വന്നു. അങ്ങനെ ഇരിക്കെ ഒരു കസ്റ്റമറുടെ ഈ കസ്റ്റമറുടെ തുണിയോട് കൈവച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. പണ്ടത്തെ പോലെ പോയാലോ. ഞാൻ നിന്ന നിപ്പിൽ പെട്ടെന്ന് ഫുൾ CCTV വെച്ച് അതായത് നമ്മുടെ ഒരു കസ്റ്റമറും നമ്മൾ വിശ്വസിച്ച് ഒരാളെ ഏൽപ്പിച്ചിരിക്കുന്ന ആളെ വിശ്വസിക്കാൻ പറ്റാതെ നമ്മൾ അവരെ ചെക്ക് ചെയ്യാൻ CCTV വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു കടയിലോട്ട് നമുക്ക് വെളിയിൽ നിന്ന് വരുന്ന ഒരു കസ്റ്റമറും നമുക്ക് ഒരു ഉപദ്രവം ചെയ്യത്തില്ല. നമ്മളെ അറിയാവുന്നവർ നമ്മുടെ കൂടെ ഇരിക്കുന്നവരും ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളൊക്കെ ചെയ്യുന്നത്. പൈസ പോയതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഓർമ്മയും ഇതൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് പൈസയൊക്കെ പോയിട്ടുമുണ്ട് അറിയാം. പക്ഷെങ്കിൽ അത് എത്ര ഏതാ അങ്ങനെയൊക്കെ ഞാൻ അങ്ങോട്ട് അതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് കാരണം ഇതുപോലെ വലിയ ബിസിനസ്സൊന്നും അല്ലല്ലോ നമ്മുടെ ആ ലക്ഷങ്ങളൊന്നും ഇത് ചെയ്യാൻ. അങ്ങനെ ഇരിക്കെ ഈ ക്യാമറയും വെച്ച ശേഷവും കള്ളത്തരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പം എനിക്ക് ഈ വ്യക്തിയോട് എനിക്കിവരെ പറഞ്ഞു വിടാനും വയ്യ, വേറെ ആളില്ല. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആളില്ല. അപ്പം അങ്ങനെ വന്നപ്പം എനിക്ക് ഈ വ്യക്തിയോട് ഇച്ചിരി ദേഷ്യമായി, മനസ്സുകൊണ്ട് ദേഷ്യമായി. ഞാൻ എല്ലാത്തിനും പൊട്ടിത്തെറിക്കാനും ദേഷ്യപ്പെടാനും ഒക്കെ തന്നെ. അപ്പോൾ അവർ പ്രയോഗിച്ച ഒരു ഇതെന്താണെന്നറിയാമോ, ഞാൻ കറുത്തതായോണ്ട് ചേച്ചിക്ക് ഇഷ്ടമല്ലത്. ഞാൻ പേടിച്ചു പോയി. കാരണം ഇവരൊക്കെ ആൾക്കാർ നമ്മുടെ വായിൽ എന്തെങ്കിലും വന്നാൽ എല്ലാവരും കൂടെ ഓടിക്കയറി കടയിലോട്ട് വന്ന് ബഹളം ഉണ്ടാക്കി എന്ത് ചെയ്യും. ഞാൻ ഭയന്ന് പോയി. അവസാനം എൻ്റെ പെരുമാറ്റം കൊണ്ട് തന്നെ പുള്ളിക്കാരത്തെ അങ്ങ് നിന്നു എന്ന് പറയുന്നതാണ് ശരി. പക്ഷേ ഈ കുട്ടിയൊക്കെ എന്ത് സാമർത്ഥ്യമായിട്ടാണ് അതിനെ നേരിട്ടത്. പേടിക്കാതെ അവളുടെ ആഹാരമൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് കേട്ടാൽ എനിക്ക് ദൈവമേ ഞാൻ നാണിച്ചു പോയി. ഞാനൊക്കെ ഇങ്ങനെയുള്ള അവസരത്തിൽ ചെറിയ കാര്യമായാലും ഈ 60 ലക്ഷം 68 ലക്ഷം ഇവിടെ കിടക്കുന്നു, നമ്മുടെ 15,000 രൂപ ഇവിടെ കിടക്കുന്നു, അതല്ല പറയുന്നത്. എങ്കിലും അങ്ങ് ഒരു ധൈര്യത്തോട് അതിനെയൊക്കെ നേരിട്ടിരുന്നെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ ഒഴിവായേനെ. അല്ലെങ്കിൽ
പിന്നെ എനിക്ക് അപ്പോൾ വന്ന ഏറ്റവും വലിയൊരു പേടി ഈ കാശ് കൊടുക്കുന്നതല്ല, ഈ കസ്റ്റമർ എന്നെ വിട്ടു പോകുമോ, എൻ്റെ പേര് കെട്ടുപോകുമോ, പിന്നെ പ്രത്യേകിച്ച് എൻ്റെ പേര് കെട്ടുപോകുമോ, അവളുടെ കടയത്ത് കൊടുത്ത തുണി കാണാതെ പോകുന്നുള്ള പേര് വരുമോ, ഇതൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പേടി. എൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതം പറ്റുന്ന പോലെ പറ്റുമോ എന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ പേടി. ഇതുപോലെ അനുഭവങ്ങൾ ബിസിനസ് നടത്തുന്ന മിക്കവാറും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ടാകും. പുരുഷന്മാർക്കായിരിക്കും കൂടുതൽ പറയാനുള്ളത്. ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാകും. പക്ഷേ ഈ കാലത്ത് നമ്മൾ ഒരുപാട് പേടിക്കണം. ഇതുപോലുള്ള ഉടനെ പിന്നെ ജാതി കാർഡ്, ഈ പിന്നെ റേപ്പ് കേസുകൾ പോലുള്ള കേസുകൾ, അവർക്കൊന്നും ഇതുകൊണ്ടൊന്നും നേടാനൊന്നും പറ്റത്തില്ല. ചുമ്മാ അത് പോലീസും കോടതിയൊക്കെ ചുമ്മാ ഇരിക്കുന്നവരൊന്നും ഒന്നും അറിയാൻ വയ്യാതെ അവിടെ പറഞ്ഞാലുണ്ടെ അങ്ങ് ഇത് ചെയ്യാൻ അതൊന്നും നേടാൻ പറ്റത്തില്ല. പക്ഷേ കുറച്ച് നാളത്തേനേലും നമ്മുടെ പേരും ഇതുമെല്ലാം നാറിപ്പോകത്തില്ലേ. അത് മാത്രമല്ല, ഇതൊക്കെ ഇപ്പം ഇന്ന് ഇതെല്ലാം അറിഞ്ഞു, ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ആരും അറിയത്തില്ല. മനസ്സിലായ? വിളിച്ചു പറയുമ്പോൾ എല്ലാം വിളിച്ചു പറയാം, ആകെ നാറ്റ കേസാകും. പിന്നീട് ഇതൊക്കെ തെറ്റാന്നറിയുന്ന ചെറിയ ഒരു കോളത്തിലോ അല്ലെങ്കിൽ ന്യൂസിൻ്റെ കൂടെ ചെറുതായിട്ടൊരു വേടോ പറയും. അപ്പം ഇത്ര ആഘോഷിക്കപ്പെടത്തില്ല കാര്യം. അപ്പം ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങളും അത് ഷെയർ ചെയ്ത് കേട്ടോ. ഞാനിപ്പം ഇന്ന് മുഴുവൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. അന്ന് എൻ്റെ മാനസികാവസ്ഥ, ഇവർക്കൊക്കെ പൈസ ഉള്ളവരായതുകൊണ്ട് ചിലപ്പം അതുകൊണ്ടായിരിക്കും ഇത്ര അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ 10-65 ലക്ഷം രൂപ ഒക്കെ പോകുന്നവരെ എങ്ങനെ അറിയാതിരിക്കും? പൈസ ഉള്ളവരായതുകൊണ്ട്, അല്ലെങ്കിൽ വേറെ ഒരു ഭാഗത്തൂടെ പൈസ വന്നുകൊണ്ടിരുന്നുകൊണ്ട് അവർക്ക് മനസ്സിലായി കാണത്തില്ല. അതുപോലൊന്നുമല്ല ഞാൻ. എൻ്റെ ഒരു ചെറിയ സംരംഭം, അതിനകത്ത് ചെറിയ വരുമാനം, അതിനകത്തിരുന്നുകൊണ്ട് ഇത്രയും നമുക്ക് നഷ്ടങ്ങൾ വരുമ്പോൾ ഭയങ്കര സങ്കടമാണ് നമുക്ക്. നമ്മളുടെ ആ സമയത്ത് ഒരു മാനസികാവസ്ഥ എന്ത് ടെൻഷനായിരിക്കും. ഈ പൈസ ഇതുണ്ടാക്കണം, പിന്നെ കസ്റ്റമർ നമ്മളെ വിട്ടുപോകുമോ, അവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, ചിന്തിക്കും. പക്ഷേ എൻ്റെ ഈ കസ്റ്റമർ ഒന്നും ചിന്തിച്ചില്ലായിരുന്നു. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയും ഞാൻ വിളിച്ചു, ഒത്തിരി സമയം വർത്താനം പറഞ്ഞു. ഞങ്ങൾ അത് കഴിഞ്ഞും കുറച്ചും കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടിയതേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. ഞാൻ പോരുന്നവരെ ഞാൻ തന്നെയായിരുന്നു അവരുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ചെയ്തുകൊണ്ടിരുന്നത്. പാർലറാണേലും സ്റ്റിച്ചിങ് ആയാലും മരുമക്കൾക്കും എല്ലാം. അങ്ങനെ പിന്നെ ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങളും പറയുക കേട്ടോ. കമൻറ്റ് എഴുതണേ. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ, സി യു.